ഇവിടെ ഈ ഒരു ആശയത്തെ ശാസ്ത്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ലോകത്തുടനീളം നടന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം എത്രയെത്ര ഈ കണ്ടക്റ്റഡ് PhD-കൾ ഇതിനകത്ത് വന്നിട്ടും ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുന്നത് ഇത് ജന്മസിദ്ധമാണ്, തെരഞ്ഞെടുപ്പല്ല എന്ന വാദത്തിൽ വന്നു. അത് വല്ലാതെ കുട്ടി ഘോഷിപ്പിക്കപ്പെട്ടു. അതെന്ത് പിൽക്കാലത്ത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. ഇതിന് സവിശേഷമായ മസ്തിഷ്ക ഘടനയുള്ളതുകൊണ്ടാണ് ഈ ഇത്തരം ആളുകൾ അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞു. ഈ കാര്യം പിൻകാലത്ത് ചെയ്തു ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഹൈപ്പോതലാമസിൽ NaH 1 2 3 4 എന്ന് പറയുന്ന പോലെ 3ന്റെ വലിപ്പം ഇത്തരം ആളുകൾ കൂടുതലാണ് എന്നൊരു വാദവുമായിട്ട് വന്നു. ഉടനെ അത് ചെയ്തു ആഘോഷിക്കപ്പെട്ടു. അത് പിൽക്കാലത്ത് പിന്നെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. ഈ ഹൈപ്പോതലാമസിൽ തന്നെ SC എന്ന് പറയുന്ന ഒരു ന്യൂറോണിന്റെ കൂട്ടമാണ്. ഇതിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തിയറി കൊണ്ടുവന്നു. ഇതൊക്കെ വലിയ പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന തിയറിയാണ്. അതെന്ത് ചെയ്യുന്നു ഡിസ്പ്രൂവ് ചെയ്യപ്പെടുന്നു. ഗേജീൻ കണ്ടെത്തിയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് നടന്നത്. ഇത് അങ്ങനെ സാധനം തന്നെ എന്താണ് ഇല്ല എന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് ഹിറമോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനിതകഘടനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പല തിയറികളും കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് ലോകത്ത് പൂർണ്ണമായി ആ വിഷയത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇവരെന്ത് ചെയ്യും അതിൻ്റെ ഇതിൻ്റെ പറയും. ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പലപ്പോഴും പറയാൻ ശ്രമിക്കുകയും ചെയ്യില്ല. ഇനി വരും തിയറീസ് കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്, പിങ്ക് മണിയാണ്. ആ പിങ്ക് മണിക്ക് വേണ്ടി നടക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയും കൂടിയാണ്.